വിതുരതന് സരസ്വതി ദേവിയുടെ അനുഗ്രഹം. യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 83 ഭാഗം ഉൽപ്പത്തി പ്രകരണം. സത്വാസനസ്യ രൂഢായാമതിവാഹിക സംവിധി ദേഹോ വിസ്മൃതിമായാതി ഗർഭസംസ്ഥേവ യൗവനേ. വസിഷ്ഠൻ തുടർന്നു. അപ്പോഴേക്കും വിതുരഥന്റെ ജീവന് പത്മ രാജാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും സരസ്വതി ദേവി തടഞ്ഞു. പ്രബുദ്ധിയായ ലീല സരസ്വതിയോട് ചോദിച്ചു, ദേവി, ഞാനിവിടെ ധ്യാനത്തിലിരുന്നിട്ട് എത്ര കാലം കടന്നുപോയി? വത്സേ, നിന്റെ ധ്യാനം തുടങ്ങിയിട്ട് ഇപ്പോൾ മാസം 1 കഴിഞ്ഞിരിക്കുന്നു. പ്രാണായാമം ചെയ്തുണ്ടായ താപം കാരണം നിന്റെ ശരീരം ആദ്യത്തെ 15 ദിവസം കൊണ്ട് ബാഷ്പീകരിച്ചു. പിന്നെ അത് ഉണങ്ങിയ കരിയില പോലെ കൊഴിഞ്ഞു വീണു. പിന്നെ കട്ടിപിടിച്ച് തണുത്തുറഞ്ഞു. നീ സ്വന്തം ഇഷ്ടപ്രകാരം മരണം വരിച്ചതാണെന്ന് മന്ത്രിമാർ കരുതി. അവരാകട്ടെ നിന്നെ ദഹിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നിന്റെ സരസ്വതി ചോദിച്ചു, ദേവി, ഞാനിവിടെ ധ്യാനത്തിലിരുന്നിട്ട് എത്ര കാലം കടന്നുപോയി? വത്സേ, നിന്റെ ധ്യാനം തുടങ്ങിയിട്ട് ഇപ്പോൾ മാസം 1 കഴിഞ്ഞിരിക്കുന്നു. പ്രാണായാമം ചെയ്തുണ്ടായ താപം കാരണം നിന്റെ ശരീരം ആദ്യത്തെ 15 ദിവസം കൊണ്ട് ബാഷ്പീകരിച്ചു. പിന്നെ അത് ഉണങ്ങിയ കരിയില പോലെ കൊഴിഞ്ഞു വീണു. പിന്നെ കട്ട പിടിച്ച് തണുത്തുറഞ്ഞു. നീ സ്വന്തം ഇഷ്ടപ്രകാരം മരണം വരിച്ചതാണെന്ന് മന്ത്രിമാർ കരുതി. അവരാകട്ടെ നിന്നെ ദഹിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നീ നിന്റെ ആഗ്രഹപ്രകാരം സൂക്ഷ്മ ശരീരിയായി വന്നിരിക്കുന്നു. നിന്നിൽ പോയ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്ന ഓർമ്മകളോ വാസനകളോ ലീനമായി അവശേഷിക്കുന്നില്ല. യൗവനദശയിലെ സ്വന്തം ഭ്രൂണാവസ്ഥയെപ്പറ്റി ഓർമ്മകളൊന്നുമില്ലാത്തത് പോലെ സൂക്ഷ്മ ശരീരത്തെപ്പറ്റി ദൃഢബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ ഭൗതിക ശരീരം വിസ്മൃതിയായി. ഇന്ന് 31-ാം ദിവസമാണ്. നീ ഇവിടെ ഇരിക്കുന്നത്. വരൂ, നമുക്ക് മറ്റേ ലീലയുടെ അടുക്കൽ പോയി നമ്മൾ ആരാന്ന് വെളിപ്പെടുത്താം. രണ്ടാമത്തെ ലീല. അവരെ കണ്ടപ്പോൾ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. സരസ്വതി ദേവി അവളോട് ചോദിച്ചു, പറയൂ, എങ്ങനെയാണ് നീ ഇവിടെ വന്നത്? ലീല പറഞ്ഞു, വിതുരഥന്റെ കൊട്ടാരത്തിൽ ഞാൻ മോഹാത്സ്യപ്പെട്ട് വീണപ്പോൾ എനിക്ക് ഒന്നിനെക്കുറിച്ചും അറിവുണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ സൂക്ഷ്മ ശരീരം ആകാശത്തേക്ക് ഉയർന്നു. ഒരു വിമാനമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ വിതുരഥന് ഒരു പൂമെത്ത മേൽ കിടന്നുറങ്ങുകയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം യുദ്ധത്തിൻ്റെ ക്ഷീണത്തിൽ തളർന്നു ഉറങ്ങുകയായതുകൊണ്ട് ഞാൻ വീശുകയാണ്. സരസ്വതി പെട്ടെന്ന് വിതുരഥന്റെ ശരീരത്തിലേക്ക് ജീവനെ കടത്തിവിട്ടു. അപ്പോൾ തന്നെ രാജാവ് ഉറക്കത്തിൽ നിന്നെന്നവണ്ണം എഴുന്നേറ്റു. 2 ലീലമാരും അദ്ദേഹത്തെ നമിച്ചു. രാജാവ് പ്രബുദ്ധയായ ലീലയോട് ചോദിച്ചു, നീ ആരാണ് മറ്റേ വനിത? എവിടെ നിന്നാണ് ഇവർ വന്നത്? പ്രബുദ്ധ ലീല പറഞ്ഞു, പ്രഭോ, ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ അവിടുത്തെ ഭാര്യയാണ്. വാക്കും അർത്ഥവും പോലെ അവിടുത്തെ സന്തത സഹചാരിയും പ്രിയതമയും ഞാനായിരുന്നു. ഈ ലീല അവിടുത്തെ മറ്റേ ഭാര്യയാണ്. എൻ്റെ തന്നെ പ്രതിഫലനമാണ് ഇവളും. അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇവളെ. അവിടെ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സാക്ഷാത് സരസ്വതി ദേവിയാണ്. നമ്മൂലാം സൗഭാഗ്യം കൊണ്ടാണ് ദേവി ഇവിടെ സന്നിഹിതയായിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ എണീറ്റിരുന്ന് രാജാവ് സരസ്വതി ദേവിയെ അഭിവാദ്യം ചെയ്തു. ദേവി അദ്ദേഹത്തിന് ഐശ്വര്യ സമ്പൽ സമൃദ്ധികളും ദീർഘായുസ്സും സ്വരൂപ സാക്ഷാത്കാര ലബ്ധിയും നൽകി അനുഗ്രഹിച്ചു.